പിണറായി വിജയനെ ആര് കുറ്റം പറഞ്ഞാലും സസ്പെൻഷൻ അടിച്ചു കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ IAS ഉദ്യോഗസ്ഥർ ഒന്നടക്കം പറയുകയാണ്, ഈ പിണറായി ഭരണം, അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണം മുഴുവനും അഴിമതി നിറഞ്ഞതാണെന്ന്. മുൻ IAS ഉദ്യോഗസ്ഥനായ ബിജു പ്രഭാകർ അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശന ചടങ്ങിലാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഓരോ വകുപ്പിലെയും അഴിമതി കണ്ടെത്തുമ്പോൾ എന്നെ ആ വകുപ്പിൽ നിന്നും സ്ഥലം മാറ്റുന്നു, അല്ലെങ്കിൽ എന്നെ ആ വകുപ്പിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും വകുപ്പിലേക്ക് എന്നെ പുനർനിയമിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് സർവത്ര അഴിമതികൾ രണ്ടാം പിണറായി സർക്കാരിന്റെ വകുപ്പിൽ ഉണ്ട് എന്ന് ബിജു പ്രഭാകർ തുറന്നു പറയുന്നു. അതിനുശേഷം 2 ദിവസത്തിന് ശേഷമാണ് ബി അശോക് തന്നെ പറയുന്നത് സർവത്ര അഴിമതിയാണ്. അങ്ങനെ ചാനൽ ചർച്ചകളിലടക്കം ഇന്റർവ്യൂ കൊടുത്ത് സർക്കാരിനെ ബി അശോക് സത്യാവസ്ഥ തുറന്നു പറയുമ്പോൾ അത് സർക്കാരിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി മാറുന്നു. അങ്ങനെയാണ് സർക്കാരിന്റെ അനുവാദമില്ലാതെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് ബി അശോകിനെയും സസ്പെൻഡ് ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ അശോക് സസ്പെൻഷനിലാണ്. നിലവിൽ ഇപ്പോൾ സസ്പെൻഷനിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന N പ്രശാന്തിനെ വീണ്ടും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ചീഫ് സെക്രട്ടറി ഇന്നലെ രാത്രിയോടുകൂടി ഒരു ഔദ്യോഗികമായ ഒരു കത്ത് തന്നെ ഇറക്കിയിരിക്കുകയാണ്. അതായത് N പ്രശാന്ത് ഇപ്പോൾ 8ാമത്തെ തവണയാണ് N പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുന്നത്. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ മാധ്യമങ്ങളോട് സംസാരിച്ചതിനും സർക്കാരിനെതിരെ നിലപാട് എടുത്തതിനുമാണ് പുതിയ നടപടിയെന്നാണ് ആ കത്തിൽ പറയുന്നത്. പ്രശാന്തിനെതിരെ ഇത് 8ാം തവണയാണ് അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത്. നിലവിൽ സസ്പെൻഷനിലിരിക്കെയാണ് വീണ്ടും പ്രശാന്തിനെതിരെ നടപടി വന്നിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച നോട്ടീസ് പ്രശാന്തിന് നൽകിയിട്ടുണ്ട്. മുതിർന്ന IAS ഉദ്യോഗസ്ഥനും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുമായ A ജയതിലകിനെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലാണ് പ്രശാന്തിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തത്. കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആയിരിക്കെയാണ് സസ്പെൻഷൻ ആദ്യം വന്നത്. ജയതിലകിനെ സോഷ്യൽ മീഡിയയിൽ പരിഹാസം കലർത്തി വിമർശിക്കുകയായിരുന്നു N പ്രശാന്ത്. ജയതിലക് കൽപ്പിക്കുന്ന രീതിയിൽ ഫയലുകളും റിപ്പോർട്ടും നോട്ടും എഴുതാൻ വിസമ്മതിച്ച സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ കരിയറും ജീവിതവും നശിപ്പിച്ചുവെന്നാണ് പ്രശാന്തിന്റെ ആരോപണം. വെളിപ്പെടുത്തലുകൾ തുടരുമെന്നും പ്രശാന്ത് ഈ സർക്കാർ പറയുന്ന ചട്ടങ്ങളൊന്നും തന്നെ അനുസരിക്കില്ല, ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി വെളിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പ്രശാന്തിനെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ A ജയതിലകിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ കടുത്ത വിമർശനം ഉന്നയിച്ചത് ചൂണ്ടിക്കാട്ടി 2024 നവംബർ 11 സസ്പെൻഡ് ചെയ്തത്. മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ K ഗോപാലകൃഷ്ണനെ ഇതേ ദിവസം സസ്പെൻഡ് ചെയ്തുവെങ്കിലും വിചിത്രമായ ഒരു സംഭവം അവിടെ അരങ്ങേറി. 1-2 ആഴ്ചയ്ക്ക് ശേഷം ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ പിൻവലിച്ച് പുതിയൊരു വകുപ്പ് നൽകി സർക്കാർ നിയമിക്കുകയായിരുന്നു. 2 ഉദ്യോഗസ്ഥരെ ഒരേ ദിവസം സസ്പെൻഡ് ചെയ്തത് കേരളത്തിന്റെ സിവിൽ സർവീസ് ചരിത്രത്തിൽ ആദ്യ ഒരു സംഭവമായിരുന്നു. എന്നാൽ ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ പിന്നീട് സർക്കാർ പിൻവലിച്ചു. അതായത് ജയതിലക് പറയുന്നത് പോലെയൊക്കെ കേട്ട് പ്രവർത്തിച്ചോളാമെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറി സസ്പെൻഷനൊക്കെ പിൻവലിച്ചത്. പ്രശാന്തിനെതിരെയുള്ള അച്ചടക്ക നടപടികൾ ഘട്ടം ഘട്ടമായി നീട്ടിക്കൊണ്ടുപോകുന്നതിനിടെയാണ് പുതിയ നോട്ടീസ് കൂടി നൽകിയിരിക്കുന്നത്. നിലവിലെ സസ്പെൻഷൻ കാലാവധി പുനഃപരിശോധിക്കാനായി റിവ്യൂ കമ്മിറ്റി ചേരാനിരിക്കെയാണ് പ്രശാന്തിനെതിരെ വീണ്ടും നടപടിയെടുക്കുന്നത്. അതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ സസ്പെൻഷനിലായിട്ടും തന്റെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന രീതിയിലാണ് പ്രശാന്ത് ഇപ്പോൾ നിൽക്കുന്നത്. സർക്കാരിന്റെയും സർവീസ് ചട്ടങ്ങളുടെയും വിലക്കുകൾ മറികടന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയും തന്റെ വെളിപ്പെടുത്തലുകൾ തുടരുമെന്നും പ്രശാന്ത് ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. ആ രീതിയിലാണ് 8ാമത്തെ ഒരു അച്ചടക്ക നടപടിയും കൂടെ ഇപ്പോൾ സർക്കാർ കൊടുത്തത്. ഇനി വെറും ഒരു ദിവസം മാത്രം, അതായത് ഇന്നും കൂടെ മാത്രമേ സർക്കാരിന് വകുപ്പുള്ളൂ. നാളെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് പുതിയ സർക്കാരിൻ്റെ ചർച്ചകൾ നടക്കും. അങ്ങനെ മറ്റന്നാൾ ഗവർണറുമായിട്ട് കൂടിക്കാഴ്ച നടക്കും. അങ്ങനെ ആ രീതിയിലേക്ക് പോകും. ഈ പുതിയ നടപടിയുടെ ഭാഗമായി പ്രശാന്തിന് കുറ്റപത്രം നൽകിയിട്ടുണ്ട്. സർക്കാരിനെ പ്രതികൂട്ടിലാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന കർശന നിലപാടാണ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എടുത്തത്. പ്രശാന്തിനൊപ്പം സസ്പെൻഷനിലായിരുന്ന K ഗോപാലകൃഷ്ണനെ പിന്നീട് തിരിച്ചെടുത്തെങ്കിലും പ്രശാന്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്നാണ് ഇടത് സർക്കാരിന്റെ തീരുമാനം. ഘട്ടം ഘട്ടമായി അച്ചടക്ക നടപടികൾ നീട്ടിക്കൊണ്ടു പോകുന്നതിലൂടെയും സർവീസ് ചട്ടലംഘനത്തിൽ കർക്കശമായ മറുപടി നൽകാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ വിവിധ ചട്ടലംഘനങ്ങളുടെ പേരിൽ നിരന്തരം നടപടികൾ നേരിട്ടിട്ടും ഔദ്യോഗിക പദവിയിലിരുന്ന് വീണ്ടും സർക്കാരിനെ വെല്ലുവിളിക്കുന്ന ഒരു സിവിൽ സർവീസ് പ്രക്രിയയാണ് പ്രശാന്ത് പ്രയോഗിച്ചു വരുന്നതെന്നാണ് സർക്കാർ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വീണ്ടും അച്ചടക്കത്തിന്റെ ഒരു നടപടി ആയിട്ടാണ് ഇപ്പോൾ സർക്കാർ രംഗത്ത് വരുന്നത്. എന്നാൽ പുതിയ സർക്കാർ വരുമ്പോൾ ഈ സസ്പെൻഷൻ നടപടിയൊക്കെ പിൻവലിക്കാനുള്ള ഒരു നീക്കം വലിയ രീതിയിലുള്ള ഒരു സാധ്യത കൂടുതലാണ്. കാരണം പുതിയ സർക്കാർ വരുമ്പോൾ മുൻ സർക്കാരുകളെടുത്ത നടപടികളെല്ലാം തന്നെ പുനഃപരിശോധിക്കാനും അല്ലെങ്കിൽ അതൊക്കെ റദ്ദ് ചെയ്യാനുമുള്ള ഒരു അധികാരം സർക്കാരിന് ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ പ്രശാന്തിൻ്റെയും അശോകിൻ്റെയും ഒക്കെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള സാധ്യത കൂടുതലാണ്.